Assalamualaikum, it's me Nihala Nasik, easy home cook. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈഡ് റൈസ് ആണ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് സ്പ്രിംഗ് ഓണിയൻ, കോൺ നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ ക്യാപ്സിക്കം 3 കളേഴ്സിലുള്ളത് എടുത്താൽ അത്രയും നല്ലത്, നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ. പിന്നെ ക്യാരറ്റ്, ക്യാബേജ്, 5 മുട്ട. ഞാൻ 1 കിലോ ഫ്രൈഡ് റൈസ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 5 മുട്ടാണ് കണക്ക് കേട്ടോ. അപ്പം അതൊക്കെ നമുക്ക് സെറ്റാക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് പണി തുടങ്ങാം അല്ലേ. അപ്പോൾ ഇതാ ആവശ്യത്തിന് വെളിച്ചെണ്ണയിലാണ് ഞാൻ 5 മുട്ട നന്നായിട്ടൊന്ന് എന്താ പറയുക, നമ്മൾ ചെയ്തെടുക്കുന്നതാണല്ലോ വീട്ടിലിങ്ങനെ എന്താ പറയുക കുത്തി പൊരിക്കാന്നൊക്കെ പറയുമല്ലോ. അതുപോലെ അത്യാവശ്യം എന്താ പറയുക ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി മാറ്റിയെടുത്ത് വെക്കാം കേട്ടോ. ഇതിന് നമ്മൾ ഇപ്പോഴല്ല നമുക്ക് ആവശ്യം, പക്ഷേ ഫസ്റ്റ് ഇതിന് ഈ ഒരു മുട്ട പരിപാടി അങ്ങോട്ട് ചെയ്തിട്ട് മാറ്റി അങ്ങോട്ട് വെക്കുക. എന്നിട്ട് ആ പാനിൽ തന്നെ നമുക്ക് അത്യാവശ്യം കയറി വരുന്നുണ്ട്. ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് ഗാർലിക്ക് മാത്രം ഇടുക കേട്ടോ, ഇഞ്ചി ആവശ്യമില്ല. ഗാർലിക്ക് ഇട്ടിട്ട്, അതായത് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചല്ലോ ആ ഒരു വെജിറ്റബിൾസ് മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ സ്പ്രിംഗ് ഓണിയൻ മാത്രം അത്യാവശ്യം നമുക്ക് ലാസ്റ്റിൽ ഗാർണിഷിൻ്റെ ലേശൊരു പണിയുണ്ടല്ലോ, അതിലേക്ക് വേണ്ടി മാറ്റി വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്രൈഡ് റൈസിലെന്ന് പറയുമ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്നും കടിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പം ഓവർ കുഴഞ്ഞു പോകുന്ന രീതിയിൽ ഒരു വെജിറ്റബിളും നമ്മൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ക്യാരറ്റും ക്യാബേജും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു കോണും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കോൺ ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇട്ട് കൊടുത്തത്, ഓപ്ഷണലാണ്, ഇല്ലാത്തവർ ഇട്ട് കൊടുക്കണ്ട. എന്നിട്ട് 2 സ്പൂണ് ഞാൻ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് സോസ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് കുരുമുളക് പൊടി 1 സ്പൂണ് നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കിലോൻ്റെ റൈസ് ആണല്ലോ ചെയ്യുന്നത്. എന്നിട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് ഞാനൊരു 3/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ആ ഒരു നേരം കൊണ്ട് തന്നെ നമുക്ക് ചെമ്മീൻ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അത്യാവശ്യം ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അതൊന്ന് അങ്ങനെ തന്നെ ഒന്ന് പുഴുങ്ങിയെടുത്താൽ മതി, നമ്മൾ പൊരിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഇതിലേക്ക് ഇങ്ങനെ ഒരു പുഴുങ്ങിയ രൂപത്തിലാണ് എല്ലാ വെജിറ്റബിൾസും ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു രൂപത്തിൽ അങ്ങനെയാണ് വേണ്ടത്. പിന്നെ അത്യാവശ്യം കുറച്ച് മാത്രം അത്യാവശ്യം ഒന്ന് കയറി വരുന്നുണ്ട്. ആവശ്യത്തിന് വിനേഗറും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് വറ്റിച്ചെടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ടയും പിന്നെ നമ്മൾ ഈ ചെമ്മീനും കൂടി ഒന്ന് മിക്സ് ചെയ്യേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരികയാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു കിടിലം ഐറ്റം തന്നെയാണ് ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ ഇനിയിപ്പോൾ ചെമ്മീനോ ചിക്കനോ ഒന്നും ഇട്ടില്ലെങ്കിലും ഈ വെജിറ്റബിൾ മാത്രം മതി ഫ്രൈഡ് റൈസ് ആയിട്ട് കഴിക്കാൻ, അതായത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. അപ്പോൾ എന്ത് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവേ. അപ്പോൾ അതാ ഈ റൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്, വൈറ്റ് സെല്ല റൈസാണ് എടുത്തത്. നമ്മൾ റൈസ് എടുക്കുന്ന പോലെ ഇരിക്കും ഇതിൻ്റെ ഒരു പാകപ്പിഴവ് എന്നൊക്കെ പറയാം കേട്ടോ വേണമെങ്കിൽ. അപ്പം അതൊന്ന് അത്യാവശ്യം ഒരു 80% മാത്രം നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ട് രാവിലെ തന്നെ ഒന്ന് ഫ്രിഡ്ജ് കയറ്റി വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഇനിയിപ്പോൾ തലേന്ന് നിങ്ങൾക്ക് അങ്ങനെ റൈസൊക്കെ സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് ആ ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ്റെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ്. നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉപകാരപ്പെട്ട നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.